ആനയുടെ വലിപ്പത്തെക്കുറിച്ച് ആദ്യമായിട്ട് ഇങ്ങനൊരു ആർട്ടിക്കിൾ വായിക്കുന്നത്. ഇതിൻ്റെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് എനിക്കറിയില്ല, പക്ഷേ വായിക്കാൻ നല്ല സുഖമുണ്ട്. അതിൽ പറയുന്നത്, ആനയെ ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ, ഫ്ലൈറ്റിൽ കൊണ്ടുപോകുമ്പോൾ വലിയൊരു കേജിലാണ് ആനയെ ഇടുന്നത്. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കുഞ്ഞു കിളികളെ ഇടും. അപ്പോൾ ആന ഈ കേജിൻ്റെ അകത്ത് അനങ്ങാതെ നിൽക്കും. മണിക്കൂറുകളോളം കാല് പോലും അനക്കാതെ ഇങ്ങനെ നിൽക്കും. അത് ആദ്യമായിട്ട് ഫ്ലൈറ്റുകാരന് പേടിയുണ്ടെന്നല്ല, അതിൻ്റെ കൂട്ടിൽ കുഞ്ഞു കിളികളുള്ളതുകൊണ്ട് ഔട്ട് ഓഫ് കൺസേൺ ആണ് ആന അനങ്ങാത്തത്. എൻ്റെ ശരീരം മുട്ടി അവർക്കൊന്നും പറ്റരുതെന്നൊരു ചിന്ത ആനയ്ക്കുണ്ട്. ആന ഫിസിക്കലി ഇമ്മൻസാണ്, അതുപോലെ തന്നെ ഇമോഷണലി ഇമ്മൻസാണ്. ഇപ്പോൾ ആന കുളിക്കാൻ ഒരു നദിയിലിറങ്ങുമ്പോൾ വെള്ളമൊന്ന് തെറിപ്പിച്ചല്ല ഇറങ്ങുന്നത്. അത്ര വലിയ ശരീരം നദിയിൽ ഇറങ്ങുന്നത് പോലും നദി അറിയില്ല. അത്ര ജെൻറ്റിലായിട്ടാണ് അത് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്, വെള്ളത്തിൽ കുളിക്കുന്നത്, തിരിച്ച് കയറുന്നത്. പിന്നെ ആന കൂട്ടത്തിൽ നടക്കും. ഇതിലേറ്റവും സബ്ലൈമായിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയാമോ? ആന അതിൻ്റെ മരണം അടുത്തെന്ന് അറിയുമ്പോൾ അത് കൂട്ടത്തിൽ നിന്ന് മാറും, കൂട്ടത്തിൽ നിന്ന് പിൻവാങ്ങും. എന്തിനാ? ടു ഡൈ അലോൺ. ഒറ്റയ്ക്ക് മരിക്കാൻ. തൻ്റെ മരണം കൂട്ടത്തിൽ ആരും ഭാരപ്പെടുത്തരുതെന്ന് ആനയ്ക്ക് ആഗ്രഹമുണ്ട്. അതോട് മാറും. മനുഷ്യരിൽ കാണാത്തൊരു കൺസേൺ ആണ് നമ്മൾ ആനയെ കാണുന്നത്. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ പറയാണ്, ഈശോ മരണത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. മരണത്തെക്കുറിച്ച് തന്നെയാണ്. എപ്പോൾ വരും എന്നറിയില്ല, നമുക്ക് ആർക്കും അറിയില്ല. എന്താ ചെയ്യാൻ പറ്റുന്നത്? ഒരുങ്ങിയിരിക്കുക. എത്ര ബഹളം വെച്ച ചില ആൾക്കാർക്ക് ലോകത്തുനിന്ന് പോകുന്നത്. പരാതി പറഞ്ഞും പിച്ചുമ്പയും പറഞ്ഞും ആൾക്കാരെ വിളിച്ചു കൂട്ടിയൊക്കെ ഇങ്ങനെ ഭാരപ്പെടുത്തി കരയിപ്പിച്ചൊക്കെ ചില ആൾക്കാർ പോകുന്നുണ്ട്. അങ്ങനെയല്ല, ഈശോ പറയാണ്, ഒരുങ്ങിയിരിക്കുക. ആരെയും നൊമ്പരപ്പെടുത്താതെ, ആരെയും ഭാരപ്പെടുത്താതെ നിശബ്ദനായി ഈ ലോകത്തിൽ നിന്നിങ്ങനെ ഒഴിഞ്ഞു പോകുന്നത്, അതിലൊരു സൗന്ദര്യമില്ലേ?